വീണ്ടും വാർത്തകളിലേക്ക്. വികസിത കേരളത്തിനായി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക. കേരളത്തിന് ആദ്യം എയിംസും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ റെയിൽ പദ്ധതിയും ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിർധന കുടുംബങ്ങൾക്ക് പ്രതിമാസം ഭക്ഷ്യസുരക്ഷാ കാർഡും 3000 രൂപ ക്ഷേമ പെൻഷനും 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ള പദ്ധതിയും തുടങ്ങി ജനക്ഷേമ വികസന പദ്ധതികളാണ് കേരള ജനതയ്ക്ക് മുന്നിൽ BJP പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കേരള ജനതയുടെ ക്ഷേമത്തിനും വികസനത്തിനും പ്രാധാന്യം നൽകുന്ന വമ്പൻ പദ്ധതികളാണ് NDയുടെ പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ഇടതുവലതു മുന്നണികളുടെ ദുർഭരണത്തിന്റെ കാലം കഴിഞ്ഞെന്ന് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. കേരളത്തിൽ മാറ്റം വരാൻ പോവുകയാണെന്നും NDA കേരളത്തിൽ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. The moment we are going to give you the manifesto, in the same time we should know that despite the immense natural and human potential of Kerala has witnessed the negligible industrial growth of during the LDF-UDF 17 years of misrule, resulting in economic stagnation and fiscal misgovernance. കേരളത്തിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആരോഗ്യ പരിപാലനത്തിനായി എയിംസ് നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കും. തൊഴിലില്ലായ്മ രൂക്ഷമായ കേരളത്തിൽ അത് പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. അടിസ്ഥാന വികസനത്തിനായി വനിതകൾക്ക് 2500 രൂപയുടെ പ്രതിമാസ ഭക്ഷ്യസുരക്ഷാ കാർഡ്, കൂടാതെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം, ഓരോ കുടുംബങ്ങൾക്കും വർഷത്തിൽ സൗജന്യ LPG സിലിണ്ടറുകൾ തുടങ്ങി ജനക്ഷേമ പദ്ധതികൾ നിരവധിയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരൂരിൽ 125 അടി ഉയരത്തിൽ മലയാള ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ യാഥാർത്ഥ്യമാക്കും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് CBI അന്വേഷിക്കുമെന്നും പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടപ്പാക്കുമെന്നും ഉറപ്പു നൽകുന്നുണ്ട്. 6 ലക്ഷം കോടിയിലധികം കടബാധ്യതയുള്ള കേരളത്തെ കടക്കെണിയിൽ നിന്ന് മോചിപ്പിച്ച് സാമ്പത്തിക ഭദ്രതയിൽ എത്തിക്കുമെന്നും BJP പ്രകടന പത്രികയിലൂടെ കേരള ജനതയ്ക്ക് ഉറപ്പു നൽകുന്നു. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലവാചകത്തോടെയാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, 2020 അധ്യക്ഷൻ സാബു N ജേക്കബ്, BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും മറ്റ് സംസ്ഥാന നേതാക്കളും പത്രികാ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.